ഹായ്, നമുക്കിന്ന് അമ്പലത്തിൽ വരെ പോയിട്ട് വരാം. ബാംഗ്ലൂരുള്ള ചക്കുളത്തമ്മ ദേവി ക്ഷേത്രത്തിലാണ് ഞങ്ങളിന്ന് പോകുന്നത്. വീട്ടിൽ നിന്ന് ആകെ 2 കിലോമീറ്റർ ദൂരമാണ് ഉള്ളൂ ഈ അമ്പലത്തിലേക്ക്. ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഈ അമ്പലത്തിൽ പോകുന്നത്. ഇത്രയും അടുത്ത് ഇതുപോലൊരു ദേവീ ക്ഷേത്രം ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. കണ്ട വഴിയെ സ്കൂട്ടി എടുത്ത് തേരാപ്പാര പോകുന്നൊരു സ്വഭാവമുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു, വാ നമുക്കൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ പോയപ്പോഴാണ് ഈ ചക്കുളത്തമ്മ ദേവീ ക്ഷേത്രത്തിൻ്റെ ബോർഡ് കാണുന്നത്. അപ്പോൾ ആ വഴിയെ പോയി ഞങ്ങൾ അമ്പലവും പരിസരമൊക്കെ കണ്ടു. പക്ഷേ അന്ന് അമ്പലത്തിൽ കയറാൻ പറ്റിയൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അതുകൊണ്ട് ലൊക്കേഷനൊക്കെ മനസ്സിലാക്കി തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് ഇന്നാണ് ആദ്യമായിട്ട് അമ്പലത്തിലേക്ക് പോകുന്നത്. ഇന്ന് രാവിലെ തന്നെ ഒരല്പം ബിസി ആയിരുന്നു. നമ്മുടെ വീടിൻ്റെ താഴത്തെ പോർഷൻ ഞങ്ങൾ റെൻറ്റിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അവിടേക്ക് പുതിയൊരു ഫാമിലി ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അമ്പലത്തിലേക്ക് ഇറങ്ങിയത്. ഈ അമ്പലത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മാധവാരയാണ്. ഇവിടെ പൊങ്കാല മഹോത്സവമൊക്കെ നല്ല ഗ്രാൻഡായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഞാനിതുവരെ പൊങ്കാലയൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം പൊങ്കാല ഇടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം കേട്ടോ. നമ്മുടെ നാട്ടിലെ അമ്പലത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എനിക്കിവിടെ വന്നപ്പോഴും തോന്നിയത്. ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ ചക്കുളത്തമ്മയാണ്. അതുകൂടാതെ അയ്യപ്പനും ഗണപതിയും പിന്നെ നാഗകാളിയും യക്ഷിയും ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഒരു അമ്പലത്തിലെ യക്ഷീൻ്റെ പ്രതിഷ്ഠ കാണുന്നത്. ഞങ്ങളങ്ങനെ അമ്പലം വലം വെച്ചു, അകത്ത് കയറി തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി. ഇവിടുത്തെ ടൈമിംഗ് വരുന്നത് രാവിലെ 6:30 to 12:30 വൈകുന്നേരം 5:30 to 7:30 ആണ്. ചെറുതായിട്ട് ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അധിക സമയം അവിടെ സ്പെൻഡ് ചെയ്തില്ല, വേഗത്തിൽ തന്നെ വീട്ടിലേക്ക് മടങ്ങി.